ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആക്കി ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തുണി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ പ്രൊഡക്റ്റ് ഐഡിയാസ് ആണ് ഇത്. ഇതിലാദ്യത്തേതാണ് സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. നമ്മുടെ മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന അതേ സാധനം. ഇത് നമുക്ക് പല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാം. കോട്ടൺ, സിൽക്ക്, വെൽവെറ്റ് തുണികളോടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പല പാറ്റേൺസിൽ ഇത് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷനായിട്ട് പല കളേഴ്സിലുള്ള ഒരു ബണ്ടിലായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ പല ഡിസൈൻസിലുള്ള പല പാറ്റേൺസിലുള്ള രീതിയിലുള്ള ബണ്ടിലാക്കിയിട്ട് വിൽക്കാം. ട്രഡീഷണൽ ഇന്ത്യൻ പ്രിൻസ് ആയിട്ടുള്ള രീതിയിൽ വിൽക്കാം. അങ്ങനെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ USP എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയിട്ട് സെല് ചെയ്യാം. സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈലി പോപ്പുലറാണ്. പിന്നെ ഒരു ലോ കോസ്റ്റ് ഐറ്റമാണ്. ടീൻസിനും അതുപോലെ യങ് ആയിട്ടുള്ളവർക്കും ഹെയർ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു പ്രൊഡക്റ്റാണിത്. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഹെഡ് ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ടൈസ് ഒക്കെ വിൽക്കുക എന്നുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൊണ്ടുള്ള ഹെഡ് ബാൻഡ്സ് പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ, അതായത് ട്വിസ്റ്റ് നോട്ട് അല്ലെങ്കിൽ ടർബൻ പോലെയുള്ളത് അല്ലെങ്കിൽ ഒരു ബോ പോലെയൊക്കെയുള്ള പല ടൈപ്പിലുള്ള ഹെഡ് ബാൻഡ്സ് നിങ്ങൾക്ക് സെല് ചെയ്യാം. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ടൈസ്, അതായത് സ്ക്രഞ്ചസും നിങ്ങൾക്ക് വിൽക്കാം. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം ഫാബ്രിക്സ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. സാറ്റിൻ, ഡെനിം, ലൈനൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു കാഷ്വൽ ലുക്കിനാണിത് ബേസിക്കലി യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു സ്ക്രഞ്ചീസോടൊക്കെ കൂടിയിട്ട് പെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കറ്റ് അപ്പീൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് ഫേസ് മാസ്കും മാച്ചിങ് ആയിട്ടുള്ള സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. ക്ലോത്ത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ് മാസ്ക്, അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ സ്ക്രഞ്ചീസൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്രീത്തബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല ട്രെൻഡി കളേഴ്സും പാറ്റേൺസും ഒക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ കസ്റ്റമേഴ്സിന് വിൽക്കാം. ഇപ്പോഴും മാസ്കൊക്കെ ആളുകൾ ഡസ്റ്റ് അലർജിയോ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഏൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. സേഫായിട്ടും സ്റ്റൈലിഷായിട്ടും പെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് വിൽക്കാം. അടുത്തൊരു ബിസിനസ് ഐഡിയ ആണ് റീയൂസബിൾ ആയിട്ടുള്ള ഫാബ്രിക് ടോട്ട് ബാഗ്സ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൻ്റെ അല്ലെങ്കിൽ ജൂട്ടിൻ്റെ അല്ലെങ്കിൽ ക്യാൻവാസ് ബേസ് ചെയ്തിട്ടൊക്കെയുള്ള ബാഗുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്തിട്ടും എംബ്രോയിഡേഡ് ഡിസൈനിലൂടെ ഒക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ളത് കൊടുക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ മോണോഗ്രാം, അതായത് ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ മാത്രമായിട്ട് S എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ N എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് അങ്ങനെ മോണോഗ്രാംസിൻ്റെ രീതിയിലും സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എക്കോ കോൺഷ്യസ് ആയിട്ടുള്ള, അതായത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ ഇത്തരത്തിലുള്ള ടോട്ട് ബാഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എസ്പെഷ്യലി ബാംഗ്ലൂരൊക്കെ പോലെയുള്ള സിറ്റീസിൽ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് അധികമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മൾട്ടിപർപ്പസ് ബാഗ് എന്നുള്ള രീതിയിൽ നമുക്കിത് ഓഫർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് റീയൂസബിൾ ആയിട്ടുള്ള മേക്കപ്പ് റിമൂവർ പാഡ്സ് എന്ന് പറയുന്നത്. അതായത് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് സാധാരണ കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് വൺ ടൈം യൂസാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു കൺസ്യൂമർ ഇതിങ്ങനെ വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു, വേസ്റ്റ് ആയിട്ട് അത് കളയുന്നു എന്നുള്ള ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വാഷബിൾ ആയിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് നമുക്ക് ഓഫർ ചെയ്യാം. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവാണിത്. അപ്പോൾ പല കളേഴ്സിൽ ഒരു ചെറിയൊരു പൗച്ചിലായിട്ട് ഈസി സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഓഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതിലെല്ലാ ഐഡിയാസും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ പിൻട്രസ്റ്റും അതുപോലെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തൊരു ഐഡിയ ആണ് ഫാബ്രിക് ബുക്ക് മാർക്സ് എന്ന് പറയുന്നത്. അതായത് ബുക്ക് മാർക്ക് നമ്മൾ എവിടെയാണ് വായിച്ച് നിർത്തിയതെന്ന് പിന്നീട് നോക്കാനായിട്ട് നമുക്കൊരു ബുക്ക് മാർക്ക് വെക്കുമല്ലോ. അപ്പോൾ അത് ഫാബ്രിക് വെച്ചിട്ട് നമുക്ക്, അതായത് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. സ്റ്റൈലിഷായിട്ട് എംബ്രോയിഡേഡ് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഡിസൈൻസിലോ ആയിട്ടുള്ള ക്ലോത്ത് ബേസ്ഡ് ആയിട്ടുള്ള ബുക്ക് മാർക്സ് നമുക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്സ് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഈ ബുക്ക് ലവേഴ്സിനൊക്കെ. അതുപോലെ സ്റ്റേഷനറി ഒക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്കും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ്.
നിങ്ങൾക്ക് യൂട്യൂബ്, പിൻട്രസ്റ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഐഡിയാസ് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് സിപ്പർ പൗച്ചസ് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് സിപ്പ് ഉള്ള രീതിയിലുള്ള പൗച്ച് ഉണ്ടല്ലോ, തുണി കൊണ്ട് തന്നെ സിപ്പുള്ള രീതിയിൽ നമ്മളിപ്പോൾ പെന്ന്, സ്റ്റേഷനറി ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന പോലത്തെ പൗച്ചസ്, അല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് വെക്കാൻ, കോയിൻസ് കളക്ട് ചെയ്യാൻ, മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ സിപ്പുള്ള രീതിയിൽ ഫാബ്രിക് പൗച്ച് ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ ഇത് പലതരം സൈസസിലും ഡിസൈൻസിലും ഒക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ഫാബ്രിക് സ്ക്രാപ്പ് കിട്ടുമല്ലോ, അതായത് മെയിനായിട്ട് ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് ഫാബ്രിക്കിൻ്റെ സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ട് അത് റീയൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല റേറ്റ്സും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും നല്ലൊരു ഗിഫ്റ്റ് സെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണിത്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് കീ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്റ്റഫ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഫാബ്രിക്, അതായത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ, ഇനീഷ്യൽസിൻ്റെ, ഇമോജീസിൻ്റെ ഒക്കെ രീതിയിൽ നിങ്ങൾക്ക് ഈ കീ റിങ് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കീ ചെയിൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പല ഷേപ്പിൽ പല കളറിലുള്ള ഫാബ്രിക്സൊക്കെ ആളുകൾക്ക് ഓഫർ ചെയ്യാം. അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണിത്, അഫോർഡബിൾ ആണ്, ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം എന്നുള്ള രീതിയിലും നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസ് ബാഗ്സ്. അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതും റീയൂസബിളും ആയിട്ടുള്ള ഇതുപോലെ മെഷിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ ബാഗ്സ് ഒക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാം. അപ്പോൾ ഇത് പല ഡിഫറെൻറ്റ് സൈസസിൽ ഓഫർ ചെയ്യാവുന്നതാണ് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. എസ്പെഷ്യലി എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഷോപ്പേഴ്സിന് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഓരോ ഷോപ്പിങ്ങിനും പോയിട്ട് ഇത് പ്ലാസ്റ്റിക് ബാഗ്സിൽ കൊണ്ടുവന്ന് പിന്നെ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള റീയൂസബിൾ മെറ്റീരിയൽസ് ആളുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ അവർക്കാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉപകാരപ്പെടുക. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് ബേബി ബിബ്സും അതുപോലെ ബേബ് ക്ലോത്ത്സും എന്ന് പറയുന്നത്. കുട്ടികൾക്കായിട്ട് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴുത്തിൽ കെട്ടി കൊടുക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ബിബ്സ്, സോഫ്റ്റ് ആയിട്ടുള്ള അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ ബേബ് ക്ലോത്ത്സും, അതായത് അവരെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൽ കിടത്തും ബേപ്പ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ക്ലോത്താണിത്. അപ്പോൾ അതും നമുക്ക് കോട്ടൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബാംബൂ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യാനും എളുപ്പമായിട്ടുള്ള ക്ലോഷറുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഓഫർ ചെയ്യാം. അത് കുട്ടികളുടെ നെയിം വെച്ചിട്ട് വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ ഓഫർ ചെയ്യാവുന്നതാണ് ആളുകൾക്ക്. അപ്പോൾ ഇത് മെയിൻലി പുതിയ, അതായത് ന്യൂ പാരൻസിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബേബി എസെൻഷ്യൽസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കാണിത് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഡിയ ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജ്വല്ലറി പൗച്ചസ് എന്ന് പറയുന്നത്. ചെറിയ മൾട്ടി കമ്പാർട്ട്മെൻ്റ് ഒക്കെയുള്ള ഫാബ്രിക് പൗച്ചസ് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജ്വല്ലറിയൊക്കെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഐറ്റംസിനൊക്കെ എക്സ്ട്രാ പാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള ബാഗ്സ്. റിങ്സിനായിട്ടൊരു സെക്ഷൻ, നെക്ലേസിന്, ഇയറിങ്സിനൊക്കെ ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് ഐഡിയ കൂടെ ഷെയർ ചെയ്യാനുള്ളത് ഐ മാസ്കും അതുപോലെ പില്ലോ കവേഴ്സുമാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഐ മാസ്ക്, ഉറങ്ങുന്ന സമയത്ത് ലൈറ്റൊന്നും ഇല്ലാതെ നല്ല കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഇത്തരത്തിലുള്ള ഐ മാസ്കും അതുപോലെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സിൽക്കോ അല്ലെങ്കിൽ കോട്ടണോ ഉപയോഗിച്ചുകൊണ്ടുള്ള പില്ലോ കവേഴ്സും ഓഫർ ചെയ്യാവുന്നതാണ്. നല്ല റിലാക്സ് ചെയ്ത് കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ താല്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റംസും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണ്, കസ്റ്റമൈസബിൾ ആണ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ബണ്ടിൽ ചെയ്യാം, അതായത് സ്ക്രഞ്ചീസ്, മാസ്ക്, പൗച്ചസ് ഇതൊക്കെ ഒരു ബണ്ടിലായിട്ടൊക്കെ ഓഫർ ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു വാല്യൂ ആളുകൾക്ക് ഫീൽ ചെയ്യും, വാങ്ങാനുള്ളൊരു ടെൻഡൻസി കൂട്ടാനും സാധിക്കും.